നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. 1 കിലോ മാങ്ങയുണ്ട്. 1 കിലോ മാങ്ങ അരിഞ്ഞത്, ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തതാണ്. മാങ്ങയ്ക്ക് പുളി കുറവുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. ഇതിന് വേണ്ടി ചേർക്കാനുള്ള ചേരുവകളാണ് 3 കുടം വെളുത്തുള്ളി പൊളന്നത്, കുറച്ച് കരിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. പൊടി നമുക്ക് പിന്നെ പറയാം. ഇത്ര സാധനം നമ്മൾ ഇന്ന് ചേർക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഗ്യാസിൽ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് കടുകിടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉലുവ ഇടണം. ഉലുവ നന്നായിട്ട് ചൂടായി കടുകും ഉലുവയും കൂടെ പൊട്ടണം. അപ്പം കടുക് ഉലുവയും കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇടുമ്പോൾ നല്ലൊരു മണം നമുക്ക് വരും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂക്കണം. ഇവിടെ ഇതെല്ലാം മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇത് 3 ടീസ്പൂണ് മുളക് പൊടിയാണ്, എരിവില്ലാത്തതും എരിവുള്ളതും. പിന്നെ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് വേണം നമ്മൾ ചേരുവയിലോട്ട് ചേർക്കാൻ. പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി പൊടി നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ തെളിയണം. എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പൊടിയെല്ലാം മൂത്ത് പോയി കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അത് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണിത്. ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്. മാങ്ങ പെട്ടെന്ന് കേടായി പോകും. വേണമെന്നുണ്ടെങ്കിൽ എണ്ണയോ ഇച്ചിരി വിനാഗിരിയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടി ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാങ്ങ ഇതിനകത്തോട്ട് കുടഞ്ഞിടാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി, നല്ല എരിവും ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം.